ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ 1 തിമോത്തി 2:5 യേശു മാത്രമേ മധ്യസ്ഥനുള്ളൂ എന്നും സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ പാവപ്പെട്ട നമ്മുടെ അടുത്തേക്കും നമ്മളെ പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുവാണെന്നും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മറിയത്തിൻ്റെയും സെൻറ്റ് ജോർജിൻ്റെയും ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് മധ്യസ്ഥന്മാർ അതൊരു ദുരാലോചനയാണ്, അത് പിശാചിൻ്റെ ബന്ധനമാണ് എന്നത് മനസ്സിലാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബാബിലോണിയൻ ദേവതയായ സെമിരാമിസിൻ്റെ ഒരു പുനരവതാരമാണ് ഇന്ന് ചില മതങ്ങൾ ആവിഷ്കരിക്കുന്ന മറിയയും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞും. അത്തരം സഭ മേരിയെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ബൈബിളിൽ കർത്താവിൻ്റെ ദാസിയാണവൾ. മറിയ അമലോത്ഭവയും നിത്യകന്യകയും എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥയാണെന്നുമുള്ള അത്തരം സഭകളുടെ അവകാശവാദം അസാധുവാണെന്ന് ദൈവവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടും യേശുക്രിസ്തുവോ അപ്പസ്തോലന്മാരോ മേരിക്ക് പ്രത്യേകമായ യാതൊരു പദവിയും പ്രിയപ്പെട്ടവരെ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മറിയം അനേക സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്? ഫ്രാൻസിലെ പാരീസിലും ലാ സാലറ്റിലും ലൂർദിലും അയർലൻഡിലെ നോക്കിലും പോർച്ചുഗലിലെ ഫാത്തിമയിലും ബെൽജിയത്തിലെ ബിയോറയിങ്ങിലും അവിടെയെല്ലാം മറിയം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പച്ചക്കള്ളമാണ്, നുണയാണ്. പോപ്പ് ജോൺ പോൾ 23-ാമൻ്റെ കാലത്ത് ഉണ്ടായെന്ന് പറയപ്പെടുന്ന വെന്തിഞ്ഞ പ്രതിഷ്ഠയും പാപിയുടെ മാനസാന്തരത്തിന് ലോകത്തിനും വേണ്ടി ജോമാല ചെല്ലണമെന്ന് പിതാക്കന്മാരെന്ന് പറയപ്പെടുന്നവർ പറഞ്ഞതും ഒക്കെ തട്ടിപ്പാണ് പ്രിയപ്പെട്ടവരെ. ഫാത്തിമയിൽ ലൂസി, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ കൊച്ചുകുട്ടികൾ ആടുമേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മറിയം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അത്തരം സഭകൾ നുണ പറയുന്നത്. മറിയം പ്രത്യക്ഷപ്പെട്ട ലൂർദിലെ ബെർണദീത്തായെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കുട്ടികൾക്കും ഇവൾക്കുമൊക്കെ നേരാമണ്ണം ബുദ്ധിയോ വിവേകമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ. മെക്സിക്കോയിലെ ഗാഡലൂപ്പിലും അങ്ങനെ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടതെല്ലാം പിശാചാണ്. 2 കൊരിന്ത്യർ 11, 14, 15 വചനത്തിൽ പറയുന്നത് പോലെ സാത്താൻ അത്തരം പൈശാചിക ബന്ധനങ്ങളുമായിട്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് ഇന്ന് ജനങ്ങളെല്ലാവരും മഞ്ഞുമാതാവിലും വേളാങ്കണ്ണി മാതാവിലും ഇടിവാൾ അമ്മയിലും വല്ലാർപാടത്തമ്മയിലും ഫാത്തിമ റാണിയിലും ബ്ലാക്ക് മഡോണയിലും വ്യാകുല മാതാവിലും അമലോത്ഭവ കന്യകയിലും ലൂർദ് അമ്മയിലും ജോമാല റാണിയിലും ഒക്കെയാണ്, യേശുവിലല്ല. എല്ലാവരും ഇന്ന് അത്തരം അമ്മകളിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ കെട്ടുകഥകളാണ്. നമ്മളാകെ മറിയത്തെ പരിചയപ്പെടുന്ന പ്രധാന സ്ഥലം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. അവിടെ മറിയം എന്തെങ്കിലും ഒരു മാധ്യസ്ഥത ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാമല്ലോ. 2-ാം അധ്യായം യോഹന്നാൻ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞ കാര്യം, അവർക്ക് വീഞ്ഞില്ല, ഇത്രേ പറഞ്ഞോളൂ, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ തന്നെ ചുട്ട മറുപടിയാണ് യേശു കൊടുത്തത്, അല്ലയോ സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന്. യേശുവിൻ്റെ നാഴിക രക്ഷാകരമായ നാഴികയാണ്. അത് മനുഷ്യർക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇത് പറഞ്ഞു കേട്ടപ്പോൾ മറിയത്തിന് എല്ലാ കാര്യവും മനസ്സിലായി. അവൾ തർക്കിച്ചില്ല. ഞാൻ പറയുന്നത് കേൾക്കണം, എൻ്റെ കൊന്ത ചെല്ലണം, ഞാൻ അമലോത്ഭവയാണെന്നൊന്നും അവൾ പറഞ്ഞില്ല. അവൾ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 2:5, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. ഈ മറിയം അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതിന് മുമ്പ് യേശുവിനോട് മാധ്യസ്ഥം യാചിച്ചിട്ടില്ല. ബധിരന്മാർക്ക് കേൾവി കൊടുക്കുന്നതിന് മുമ്പ് യേശുവിനോട് മാധ്യസ്ഥം യാചിച്ചതായിട്ട് എങ്ങും നമ്മൾ വായിക്കുന്നില്ല. 5000-ഓ 4000-ഓ പേരെ ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കുന്നതിന് മുമ്പ് യേശുവിനോട് എന്തെങ്കിലും ഒരു മാധ്യസ്ഥം യാചിച്ചതായിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല. അവളുടെ സ്വന്തം വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യം മകൻ ദൈവമായതുകൊണ്ട് അവനോടൊന്ന് പറഞ്ഞു എന്ന സത്യവുമാണ്. മകൻ അത് കേട്ട ഉടനെ വീഞ്ഞുണ്ടാക്കി കൊടുത്തില്ല എന്നതും പരമമായ സത്യമാണ്. ലാസർ മരിച്ചപ്പോഴോ നായിനിലെ വിധവയുടെ മകൻ മരിച്ചപ്പോഴോ അത്തരം സ്ത്രീകളുടെ കണ്ണുനീര് ഒന്ന് ഒപ്പാൻ വേണ്ടി മകനോട് അവർക്ക് പുനർജന്മം കൊടുക്കണമെന്നോ എന്തെങ്കിലും ഒന്ന് മറിയം പറഞ്ഞതായിട്ട് കാണുന്നില്ല. മറിയം എന്നല്ല, ആരും
എവിടെയും ഒരു മാധ്യസ്ഥ്യവും നടത്തിയതായി ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിക്കുന്ന ആർക്കും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയിരിക്കെ നിത്യസഹായി മാതാവെന്നും പൂണ്ടി മാതാവെന്നും അക്കരെ അമ്മയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പുകൾ നടത്തുന്നത് പൗരോഹിത്യം പണം എന്ന ഇന്ധനം ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന മറ്റൊരു തട്ടിപ്പാണ്. സെൻറ് ജോർജും തട്ടിപ്പാണ്, സെൻറ് സെബാസ്റ്റ്യനും തട്ടിപ്പാണ്, പരുമലയും തട്ടിപ്പാണ്. ഇതൊന്നും വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യപ്രകാരം പ്രിയപ്പെട്ടവരെ ഉള്ളവരല്ല. മേരിയുമായി നല്ലപോലെ സല്ലപിച്ചാൽ ദൈവരാജ്യം കിട്ടുമെന്ന് അത്തരം സഭകൾ 1944 പഠിപ്പിക്കാൻ തുടങ്ങിയതോട് കൂടി വൈദിക കോളവും കന്യാസ്ത്രീ കോളവും കൊന്തയൊല്ലിന് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. എല്ലാ സമയത്തും ഉഷകാല നക്ഷത്രമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അവർ പറയുന്നത്. മേരിയുടെ 63 വർഷത്തെ ജീവിതത്തെ ബഹുമാനാർത്ഥം, അത്രയും നാൾ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്, 63 പ്രാവശ്യം കന്യകാമാതാവ് എന്ന് വിളിച്ചാൽ വലിയ മെച്ചമുണ്ടെന്നും അക്കൂട്ടർ പറയുന്നു. മേരിയുടെ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രം ആത്മാവിൽ സന്ദർശിക്കണം, അവിടെ തീർച്ചയായിട്ടും പോയാൽ പാപമോചനം കിട്ടുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നതിന് പകരം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പകൽ സമയത്ത് ദുഷ്ടാത്മാക്കളെ ഓടിച്ചു കളയുവാൻ നിന്നോടൊപ്പം ഇരിക്കാൻ മേരിയോട് അപേക്ഷിക്കണമെന്ന് പോലും അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. മേരിയുമായി ബന്ധമുള്ള വിശുദ്ധന്മാരായ ജോസഫ്, ജോവാക്കിം, അന്ന എന്നിവരെയും വിളിച്ചപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയരെ, മറിയവും തട്ടിപ്പാണ്. ഫാത്തിമ മറിയം വലിയ തട്ടിപ്പാണ്. ലൂർദ് മറിയം മുഴുവൻ തട്ടിപ്പാണ്. മറിയം മധ്യസ്ഥയല്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ചുരുക്കി പറഞ്ഞാൽ 100-നും 200-നും ഇടയ്ക്ക് കോടി ജനങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നതും വത്തിക്കാൻ കേന്ദ്രമായിട്ടുള്ളതും അനേകായിരം ബിഷപ്പുമാരുടെ സഹകേന്ദ്രത്തിൽ വളരുന്നതും പുരോഹിതന്മാർ വികാരിയും അസേന്തിയുമായി വസിക്കുന്നതും മദർ അങ്ങനെയുള്ള കൊച്ചു കന്യാസ്ത്രീ ഇതെല്ലാം കൂടെ കൂടിയ അത്തരം ലോകൈക സഭകൾ പിശാചിൻ്റെ കണ്ടുപിടുത്തമാണ്. അതിൽ വസിക്കുന്ന ഒരാൾക്കും നിത്യജീവന്റെ സത്യങ്ങൾ മനസ്സിലാവുകയില്ല. തെസ്സലോനിക്കർ 2-ാം പുസ്തകം 1-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ ഞാനിപ്പോൾ വായിക്കാം. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയവിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, അതെ, തെസ്സലോനിക്കർ 2-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വചനം, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടി മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം അനുസരിക്കുമ്പോൾ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു മാത്രം. 1 തിമോത്തി 2:5. ഒരു പുരോഹിതനേ ഉള്ളൂ, യേശു മാത്രം. എബ്രായരുടെ ലേഖനം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം 8, 9 അധ്യായങ്ങൾ. ഒരു പുരോഹിതനേ ഉള്ളൂ, യേശു മാത്രം. ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു മാത്രം. ബിംബാരാധനയില്ല. മരിച്ചവർക്കാർക്കും ഒപ്പീസും മറ്റു കാര്യങ്ങൾ കൊണ്ടൊരു നേട്ടവുമില്ല. സുവിശേഷം അനുസരിക്കേണ്ടത് അങ്ങനെയാണ്. സുവിശേഷം അനുസരിക്കുന്നവർ ശൈശവ പ്രായത്തിലെ സ്നാനത്തെ നിർത്തിവെക്കണം. അറിവോടുകൂടി യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുത്തതിന് ശേഷം തീർച്ചയായിട്ടും അവർ സ്നാനപ്പെടണം. അവരുടെ കുർബാന എല്ലാ ദിവസവും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളി ശനിയുമുള്ള വീക്കു 6:30 7:30 എന്ന് പറയുന്നതല്ല. 2-3 മാസത്തിൽ 1-2 തവണ തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനാണ്. സ്വർഗരാജ്യം കിട്ടുവാൻ നാം ഏവരും മത്തായി 4:17 മത്തായി 18:3 അനുസരിച്ച് ശിശുക്കളെ പോലെ മാനസാന്തരപ്പെടുകയും യോഹന്നാൻ 3:5 വചനങ്ങൾ അനുസരിച്ച് വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെടുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ആത്മാവിലെ സത്യത്തിലും യോഹന്നാൻ 4:23-24 വചനപ്രകാരം ആരാധിക്കുകയും മനുഷ്യരെ സ്വസഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോക ജീവിതം കടന്നു പോകണം. അവർക്കാണ് ദൈവരാജ്യം. മേജർ സെറ്റ് കഥകളി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള മേജർ സെറ്റ് ബിംബാരാധന സഭകളിലൊക്കെയും പ്രിയരെ പണത്തിനു വേണ്ടിയും ദുരുപദേശം കൊടുത്തുകൊണ്ടുമുള്ള മഹാ തട്ടിപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചു കാസറ്റിലൂടെ റോമിലെ പാപ്പയുൾപ്പെടെ സകല ബിഷപ്പുമാരോടും സകല പുരോഹിതന്മാരോടും സകല സിസ്റ്റേഴ്സിനോടും ആവശ്യപ്പെടുകയല്ല, അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാസറ്റ് നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞതെല്ലാം വചനപ്രകാരമാണല്ലോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് നമുക്കൊന്നിച്ച് മാനസാന്തരപ്പെടാം, സ്നാനപ്പെടാം, വിശുദ്ധീകരിക്കപ്പെടാം, മരിച്ച സ്വർഗത്തിൽ പോകാം. അവൻ്റെ 2ാമത്തെ ആഗമനത്തിൽ ക്രിസ്തുവിനുള്ളവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ എന്ന്
അവൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനി മാറ്റമൊന്നുമില്ല. അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പ്രശ്നമില്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതലുള്ള വചനങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതേ, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ ഒന്നാമത്തെ ദളമായ മേഘപ്രത്യക്ഷതയിൽ മരിച്ചവരിൽ ക്രിസ്തുവിൽ മരിച്ചവർ, വചനപ്രകാരം ജീവിച്ച് വചനപ്രകാരം മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അന്ന് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെ 1 കൊരിന്ത്യർ 15:53 വചനം, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ആ വചനപ്രകാരം സ്നാനമേറ്റ് തിരുവത്താഴം ഭക്ഷിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ശ്രേഷ്ഠ വ്യക്തികളായി നമുക്ക് തീരാം. നമ്മുടെ പൗരോഹിത്യ നേതൃത്വം അവർ തന്നെയും അറിയുക, അത് അനാവശ്യമാണ്. നമ്മുടെ ആത്മായ നേതൃത്വം അവർ തന്നെയും അറിയുക, അത് അനാവശ്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ 80-100 കൊല്ലം കഴിഞ്ഞാൽ പോരാ. നിത്യതയിൽ പിതാവിനെ യേശുവിനോടുകൂടി ആരാധിക്കുവാൻ എല്ലാ ബിംബാരാധനകളും ക്രിസ്തു വഴിയുള്ള എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലികളും മരിച്ചതിന് ശേഷമുള്ള ഒപ്പീസ് കിപ്പീസ് മുതലായതും അത്തരം കുർബാന, അത്തരം അച്ഛന്മാരുടെ പലതരം നിറമുള്ള വസ്ത്രം, മുകളിലോട്ടും താഴോട്ടും ഉള്ള തൊപ്പി, വടി, ഇതെല്ലാം നമുക്ക് വിടാം. നമുക്ക് യേശുവിലേക്ക് ഒരു സാധാരണ മനുഷ്യനായി വന്ന് യേശു വഴി പിതാവിനെ നമുക്ക് ആരാധിക്കാം. എൻ്റെ സ്നേഹിതരെ, 2008 മെയ് മാസം 2-ാം തീയതി ഞാൻ നടത്തുന്ന ഈ ലഘുപ്രഭാഷണം നിങ്ങൾ കേട്ടില്ലേ? അനേകായിരം കാര്യങ്ങൾ പുതിയ നിയമസഭയിൽ പുതിയ നിയമത്തോട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞതിൽ 1 മണിക്കൂറിൽ ഒതുക്കാവുന്ന മാത്രം കാര്യങ്ങളെ സംഘടിപ്പിച്ച് പറയുകയായിരുന്നു. ഇനി പറയുവാൻ എത്രയോ ഉണ്ട്, എങ്കിലും ഇത് നിങ്ങൾ കേട്ടുവല്ലോ. ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ 2.5 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായൊരു സുവിശേഷ പ്രവർത്തകനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ഞാൻ ആദ്യ സ്നാനത്തെ മറന്നുകൊണ്ട് മുഴുകൽ സ്നാനമേറ്റു. ഈ അടുത്ത നാളിൽ AG സഭയുടെ അഭിവന്ദ്യനായൊരു പാസ്റ്ററായ VT എബ്രാഹമിലൂടെ ഓടയിനും ലഭിച്ചു. എൻ്റെ പ്രിയരെ, ഇപ്പോൾ ആപ്പസ്തോലിക സഭയുടെ സ്വഭാവം അനുസരിച്ച് കേരളത്തിൽ 7-8 ആരാധനകൾ ആരംഭിച്ചു. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് പുളിങ്ങോത്ത് ഒരു സെമിനാരി നടത്തുന്നു ഞങ്ങൾ. പുളിങ്ങോം വചനാശ്രമത്തിൽ. അവിടെ അച്ഛൻ കിളിക്കൂട്ടിലും അമ്മ കിളിക്കൂട്ടിലും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഓൾഡേജ് ഹോമുകളിൽ 100-ലധികം അച്ചാച്ചന്മാരും അമ്മച്ചുമാരും ബഹുവിധ ശുശ്രൂഷകൾക്ക് ഇരയായി സന്തോഷത്തോടെ കഴിയുന്നു. അബ്രാഹാം കൈപ്പമ്പിളാക്കിലാണ് ഞങ്ങളുടെ ഈ ടീമിൻ്റെ ഇപ്പോഴത്തെ കോർഡിനേറ്റർ. അദ്ദേഹത്തോട് ചേർന്ന് 100-ലധികം പുരുഷന്മാരും അവരുടെ കുടുംബിനികൾ, മക്കൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടുകൂടി ചെറുപുഴയിൽ ദ ചർച്ച് ഓഫ് എറ്റേണിറ്റിയിൽ ഞങ്ങൾ എളിയ സേവനം ചെയ്തു വരുന്നു. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഗെത്സമൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ചെറുപുഴയിലുള്ള ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിളിക്കുന്നിടത്തെല്ലാം സമയം പോലെ പോവുകയും പാവപ്പെട്ടവരുടെ രോഗശാന്തി ശുശ്രൂഷയിലും അവരുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്ത് സ്നേഹ ശുശ്രൂഷയിലും ഞങ്ങൾ ഇങ്ങനെ സംബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിനെ അന്വേഷിക്കുന്ന എല്ലാവരും ഇത്തരം ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ സഭ കർത്താവിനെ പൂർണ്ണമായും അറിയണം. ബിംബാരാധക സഭകളിൽ കർത്താവിനെ പുണ്യവാന്മാരിലൂടെയും പുണ്യവതികളിലൂടെയും പുരോഹിതന്മാരിലൂടെയും അറിയുന്നുള്ളൂ. കർത്താവിനെ അറിയേണ്ടത് അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവിനെ അറിയേണ്ടത്. അതേ പ്രിയരെ, കർത്താവിനെ നിങ്ങൾ അറിയുവാൻ വേണ്ടി ഈ കാസറ്റുകൾ കേട്ട് വിശുദ്ധ വേദപുസ്തകം പഠിച്ച് ആത്മാവിൽ നിറയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും പരിമള തൈലം നിറച്ച ഭരണി പൊട്ടത്തക്കവണ്ണം അടിയേറ്റപ്പോഴാണ് പരിമളത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെയും വേദപുസ്തകമാകുന്ന പരിമള കുപ്പി പൊട്ടിച്ച് അതിലെ വചനങ്ങൾ ഓരോന്നും ഞാനും നിങ്ങളും വായിക്കണം, പഠിക്കണം. അപ്പോൾ ദേഹവും ദേഹിയും ആത്മാവും നിറഞ്ഞ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പുറമെയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും അകത്തകമയുള്ള മനുഷ്യനും, അതായത്
മനസ്സും ശരീരവും ആത്മാവും ഒന്നിച്ച് വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഒരു വിശുദ്ധനാവുക, അങ്ങനെ ജീവിച്ച് മരിച്ചു കടന്നു പോവുക, ഇതാണ് പ്രിയരെ നമ്മുടെ ലക്ഷ്യമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.